Welcome back, dear children. This chapter is so important. This chapter, trigonometry, this is the fifth chapter. So trigonometry എന്ന് പറയുന്ന ഈ പാർട്ടിൽ pradeeshmaths.in trigonometry പ്രസ് ചെയ്താൽ ഫിഫ്ത്ത് ചാപ്റ്റർ കിട്ടും. ഫിഫ്ത്ത് ചാപ്റ്ററിൽ ഏകദേശം 20ഓളം വീഡിയോസ് ഇവിടെ ആപ്ലെറ്റ് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും താഴെ പോയാൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് വീഡിയോ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് വീഡിയോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ചെയ്യുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള സ്പേസ് ആണിത്. അതിന് താഴെയായിട്ട് അതിനുപയോഗിക്കുന്ന ആപ്ലെറ്റ് ഇവിടെ ലോഡ് ചെയ്ത് വരും. ഓക്കെ, ഈ ലോഡ് ചെയ്ത് വരാൻ അല്പം താമസം എടുക്കും. നെറ്റ് നല്ല സ്ട്രോങ് ആണെങ്കിൽ പെട്ടെന്ന് ലോഡാവും. അതിന് താഴെയായിട്ട് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾ സ്ക്രീൻ ആവും. ഫോണിലായാലും ലാപ്പിലായാലും ഇതേപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത് രണ്ട് ട്രയാങ്കിൾസിന്റെ സൈഡ്സിന്റെ റിലേഷൻ പറഞ്ഞുകൊണ്ടാണ്. പണ്ടുകാലങ്ങളിൽ ഇങ്ങനെയായിരുന്നില്ല. ഈ രണ്ട് ട്രയാങ്കിൾസ്, ഒന്നാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ എടുത്തിട്ട് ആ സ്ക്വയറിനെ ഡയഗണലിലൂടെ കട്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഒരു 14 സെന്റിമീറ്റർ അല്ലെങ്കിൽ 14 യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു സ്ക്വയർ എടുത്തു. സ്ക്വയർ നമുക്കറിയാം എല്ലാ സൈഡും ഒരേപോലെ ആയിരിക്കില്ലേ? ഇതിന്റെ ലെങ്ത് എല്ലാം ഒരുപോലെ ആയിരിക്കും. എല്ലാ ആംഗിൾസ് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സോ ഇഫ് വി ഡ്രോ എ ഡയഗണൽ ലൈക്ക് ദിസ് വി വിൽ ഗെറ്റ് ടു ട്രയാങ്കിൾസ് ലൈക്ക് ദിസ്. ഇതൊരു ട്രയാങ്കിൾ ഇല്ലേ? അതിന്റെ അകത്ത് ഈ ഒരു ട്രയാങ്കിൾ ABC മാത്രം കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ ട്രയാങ്കിളെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം എന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നമ്മൾ ആദ്യം എടുത്തത് എന്തായിരുന്നു? ഒരു 14 യൂണിറ്റ് സൈഡുള്ള ഒരു സ്ക്വയർ ആയിരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്ത് ഡയഗണൽ വരച്ചിട്ട് രണ്ട് ട്രയാങ്കിൾ ആക്കി. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിനെ കുറിച്ച് നമുക്ക് അഡീഷണൽ ആയിട്ട് ഇപ്പൊ എന്തൊക്കെ അറിയാം എന്ന് ചിന്തിച്ച് നോക്കിയാൽ, if this side is of length 14, that side also is of same length 14. അത് കിട്ടില്ലേ? പിന്നെയോ ഇവിടെ ഒരു ആംഗിൾ ടോട്ടൽ ആദ്യത്തെ ഉണ്ടായിരുന്നത് 90 ആയിരുന്നു. സോ ബൈ ഡിവൈഡിങ് that 90 degree into two equal parts, this angle at this vertex is of measure 45 ഡിഗ്രി ആയിരിക്കും. അവിടെയും അതുപോലെ തന്നെ എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിളിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം? ഈ രണ്ട് സൈഡിന്റെയും ലെന്ത് ഒരുപോലെയാണ്. പിന്നെയോ അതിന്റെ രണ്ട് ആംഗിൾസ് ഒരുപോലെ ആയാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. നമ്മൾ 8ാം ക്ലാസ് പഠിച്ചിട്ടില്ലേ? ഓക്കെ, ഇനി ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡ് 14 ആയാൽ നമുക്ക് എന്ത് ചെയ്യും? ഈ സൈഡിന്റെ ലെന്ത് കണ്ടുപിടിച്ചോടെ. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം പൈതഗോറസ് തിയറം എന്താണ്? ഈ സ്ക്വയർ ദ ഹൈപ്പോട്ടനസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ സ്മോളർ സൈഡ്സ് എന്നാണ് അല്ലെ? ഈ രണ്ട് സൈഡിന്റെയും സ്ക്വയേഴ്സ് കൂട്ടിയാൽ ആരുടെ സ്ക്വയർ കിട്ടണം? ഈ ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ കിട്ടണം. കർണവർഗം ഈസ് ഈക്വൽ ടു പാദവർഗം പ്ലസ് ലംബവർഗമാണ്. അതുകൊണ്ട് ഇത് കിട്ടാൻ വേണ്ടി റൂട്ട് ഓഫ് 14 സ്ക്വയർ പ്ലസ് 14 സ്ക്വയർ എടുത്താൽ പോരെ. നമ്മൾ അതിൽ 8ാം ക്ലാസ് പഠിക്കുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? അത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 14√2 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ അതിന്റെ എങ്ങനെ കിട്ടിയെന്നുള്ളതിനെ കുറിച്ച് ലെവൽസും ചിന്തിക്കേണ്ട. വളരെ സിമ്പിൾ ആണ്. ഇവിടെ 14 ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയായിരിക്കും? 14 ആയിരിക്കും. കാരണം ഈ രണ്ട് സൈഡും ഒരു സ്ക്വയറിന്റെ രണ്ട് സൈഡ്സ് ആണ്. ഇനി ഇവിടെ 14 വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ആരെ എഴുതിയാൽ മതി? √2 എഴുതിയാൽ മതി. അങ്ങനെ ആലോചിച്ചാൽ മതി. മനസ്സിലായില്ലേ? പൈതഗോറസ് തിയറം ഉപയോഗിച്ചത് കണ്ടുപിടിച്ചിട്ട് എങ്ങനെയാണെന്ന് ചിന്തിച്ച് ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ ചെയ്ത് നോക്കുക. യു വിൽ ഗെറ്റ് ഇറ്റ്. 14√2 എന്ന് കിട്ടും. നമുക്ക് അവിടെ ഇതിന്റെ സൈഡിന്റെ ലെന്ത് കുറക്കാനൊക്കെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 12 വന്നാൽ ഇവിടെ എത്ര വരും? 12 വരും. ഇവിടെ 12 വന്നാൽ ഇവിടെ എന്ത് വരും? 12√2 എന്ന് വരും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവിടെ എന്ത് ചെയ്യുക? ഇതേപോലെ മെഷർമെന്റ്സ് നോക്കിയിട്ട് എന്ത് ചെയ്യുക? ഇവിടെ 8 വരുമ്പോൾ ഇവിടെ 8 വരുന്നുണ്ടോ, ഇവിടെ 8√2 വരുന്നുണ്ടോ എന്നുള്ളത് ഇതൊന്ന് ഫെമിലറൈസ് ചെയ്യണം. ശരിക്കും ഇവിടെ വന്നാല് ഇവിടെ 7 വന്നാല് ഇവിടെ എത്ര വരും? ഇവിടെ എത്ര വരും? ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ 7 വരുത്തിച്ച് നോക്കുക. അവിടെ 7 വെച്ച് എന്നിട്ടും അവിടെ 7 ഇവിടെ 7 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? 7√2 ആയിരിക്കും. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ ഫെമിലറൈസ് ചെയ്യണം. ഇത് ഒരുപാട് പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഈ ഒരു ബന്ധം മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിക്കാനുണ്ട്. അതെന്നറിയോ? ഇവിടെ 7:7:7√2 ഈസ് ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ 7:7:7√2 എടുക്കാൻ കാരണം എന്നറിയാം. അതിന്റെ ആംഗിൾസ് എന്താണെന്ന് ഏത് ഓർഡറിലാണ് പറയുന്നറിയോ? ഇവിടെ ആംഗിൾസ് 45, 90 എന്ന് പറയുന്നതുകൊണ്ട് ഒരു 45 ഡിഗ്രി പറഞ്ഞു, പിന്നെ 45 ഡിഗ്രി പറഞ്ഞു, പിന്നെ 90 പറഞ്ഞു. അപ്പൊ ഈ 45 അഗൈൻസ്റ്റ് ആരാണ്? 7 ആണ്. പിന്നെ 40 പറഞ്ഞു, ആ 45 അഗൈൻസ്റ്റ് ആരാണ്? 7 ആണ്. പിന്നെ 90 പറഞ്ഞു, 90 അഗൈൻസ്റ്റ് ആരാണ്? 7√2. അതുകൊണ്ട് ഇവിടെ പറയുന്ന ആംഗിളിന്റെ ഓർഡർ അനുസരിച്ചിട്ട് ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെന്ത് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ റേഷ്യോയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോ ഇഫ് ദ ആംഗിൾസ് ആർ 45, 90, the ratio between the sides or among the sides is 7:7:7√2. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് എല്ലാത്തിന്റെ അകത്ത് കോമൺ ഫാക്ടേഴ്സ് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 1:1:√2 എന്ന് പറഞ്ഞൂടെ അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെയുള്ള കോമൺ ഫാക്ടേഴ്സ് കട്ട് ചെയ്തു. നമുക്ക് ഇതിനെ ഒരല്പം വലുതാക്കിയാൽ ഇവിടെ എന്ത് തന്നെ ആക്കിയാലും ഇവിടെ 12 ആണെങ്കിൽ 12 3 സ്ഥലത്തും 12 കട്ട് ചെയ്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? 1:1:1
എന്ത് കിട്ടും? √2 എന്ന് കിട്ടും. നമ്മൾ ലോജിക്കലി മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടെ 1 വന്നാൽ ഇവിടെ എത്ര വരും? 1 വരും. ഇവിടെ 1 വന്നാൽ ഇവിടെ എന്ത് വരും? 1√2 വരും. ഇവിടെ 12 വരുമ്പോൾ ഇവിടെ 12√2 അല്ലേ വരുന്നത്. അതുകൊണ്ട് ഇവിടെ 1 വന്നാൽ എന്ത് വരും? ഇവിടെയും 1 വരും. ഇവിടെ 1√2. ഇവിടെ എന്താണോ വരുന്നത് അതിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും? ഈ സൈഡിന്റെ ലെങ്ത് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇത് നമ്മൾ തിരിച്ചു ആലോചിക്കണം. ഇവിടെ 12√2 വന്നു എന്നിരിക്കുക. ഇവിടെ 12√2 ഇത് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 12√2 വന്നെങ്കിൽ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതായത് 12√2 എന്ന് അടിയുള്ള ബൈ √2 എന്ന് എഴുതിയാൽ √2 കട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 12 വന്നിട്ടില്ലേ? അപ്പൊ തിരിച്ച് അങ്ങോട്ട് പോകാൻ വേണ്ടി √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അവിടുന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലുണ്ടാവണം. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നമുക്ക് ഇവിടെ 10 വന്നാൽ ഇവിടെ 10, ഇവിടെ 10 വന്നാൽ ഇവിടെ 10√2. ഇവിടെ ആ 10 വരുന്നെങ്കിലോ ഇവിടെ എന്താ വരിക? എന്ത് ചെയ്യണം? ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് 10നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 10/√2 എന്ന് കിട്ടും. ഇവിടെ 10/√2 വന്നാൽ അവിടെയും എന്തായിരിക്കും? 10/√2 വരും. ക്ലിയർ ആയില്ലേ? ഇവിടെ 8 വന്നാൽ ഇവിടെ എത്രയായിരിക്കും? ഇങ്ങോട്ട് വരാൻ വേണ്ടി √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങോട്ട് പോകാൻ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ 8√2 അല്ലേ വന്നത്? √2 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ അത്? അതുകൊണ്ട് ഇവിടെയാണ് 8 വരുന്നതെങ്കിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി എന്ത് ചെയ്യണം? വി ഹാവ് ടു ഡിവൈഡ് ബൈ √2. സോ ഇഫ് ദിസ് സൈഡ് ഈസ് ഓഫ് ലെങ്ത് 8, the length of this side is 8/√2 and this also is 8/√2. ഓക്കെ, ഇനി നമ്മൾ ഈ റിലേഷൻഷിപ്പ് 1:1:√2. അപ്പോൾ ഈ പിക്ചർ മനസ്സിൽ എന്ത് ചെയ്യണം? അവിടെ ഒരു ഇംപ്രിന്റ് അവിടെ ഉണ്ടാക്കണം. 1:1:√2. ഇവിടെ 1 വന്നാൽ ഇവിടെ √2 ആയിരിക്കും, √2 ടൈംസ് ആയിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് 60-30 ട്രയാങ്കിളിലേക്ക് പോകാം. 60-30 ട്രയാങ്കിൾ എങ്ങനെ ഉണ്ടാക്കുന്ന അറിയോ? ഒരു 60 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾ വരക്കുന്നു. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡ്സിന്റെ ലെങ്ത് ഒരുപോലെ ആയിരിക്കും, എല്ലാ ആംഗിൾസ് ഒരുപോലെ ആയിരിക്കും. എല്ലാ ആംഗിൾസ് ഒരുപോലെ ആകുമ്പോൾ ടോട്ടൽ ഈ ആംഗിൾ എല്ലാം കൂടി കൂട്ടി എത്ര ഉണ്ടാവണം? 180 ഉണ്ടാവണ്ടേ? ആ 180നെ 3 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ ഈച്ച് ആംഗിൾ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഓരോ ആംഗിളും 60 ഡിഗ്രി ആണ് കിട്ടും. ഇനി ഇതിന്റെ ലെങ്ത് 12 എത്രയും കാട്ടെ, നമ്മളിത് കൂട്ടാനുള്ള പ്രൊവിഷൻ ഉണ്ട്, കുറക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. എന്ത് ചെയ്യുന്നു? ഇവിടെ 15 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെ ആയിരിക്കും? 15 ആയിരിക്കും. ഇവിടെ 14 ആണെങ്കിൽ അവിടെ 14 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 14 ആയിരിക്കും. എല്ലാ സൈഡും ഒരേപോലെ 14 ആയിരിക്കൂലേ? ഇനി ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഈ സിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ടേക്ക് ഇടുക. സോ ഇഫ് വി ഡ്രോപ്പ് എ പെർപെൻഡിക്കുലർ ഫ്രം ദി സി ടു ദിസ് ബേസ് എബിക്ക് എന്ത് ചെയ്യുക? ഒരു പെർപെൻഡിക്കുലർ വരക്കുക. അങ്ങനെ വരച്ചാൽ ഈ 14 സെന്റിമീറ്റർ അല്ലെങ്കിൽ 14 യൂണിറ്റ് ലോങ് ആയിട്ടുള്ള ഈ സൈഡിന് എന്ത് ചെയ്യും? ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്നുള്ള പെർപെൻഡിക്കുലർ 2 ഈക്വൽ പാർട്സ് ആക്കും. അത് നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ചതാണ്. ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. എല്ലാ ഇക്വലാറ്റർ ട്രയാങ്കിൾസ് എന്താണ്? ഐസോസിലസ് ആണ്. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് രണ്ട് ഈക്വൽ ആയി ഡിവൈഡ് ചെയ്യപ്പെടും എന്ന് 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. സോ ആസ് ഇറ്റ് ഈസ് an equilateral triangle, we know that all equilateral triangles are isosceles. So what would be the length of this AD? AD ലെങ്ത് എത്രയായിരിക്കും? നമ്മൾ ഇവിടെ പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ AD ലെങ്ത് എത്രയായിരിക്കും? 7 ആയിരിക്കും. അപ്പൊ അവിടെ 7 ആയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. 7 എങ്ങനെയാണത്? ഇത് 14 ആയതുകൊണ്ട് എല്ലാ സൈഡും 14 ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ 14 ആണ്, ഇവിടെയും 14 ആണ്. അപ്പോൾ പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞപ്പോൾ ഈ പോയിന്റിൽ അത് രണ്ട് ഈക്വൽ പാർട്സ് ആയി. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടെയും 4, ഇപ്പുറത്തും 4. പക്ഷെ നമ്മൾ ആ ട്രയാങ്കിൾ മാത്രമേ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ. എന്തുകൊണ്ടാണ് അറിയാം? നമുക്ക് 30-60 ഉള്ള ഒരു ട്രയാങ്കിൾ മതി. അതേ ട്രയാങ്കിൾ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ട്രയാങ്കിൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ആ ട്രയാങ്കിൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ആലോചിക്കണം. എങ്ങനെ ഉണ്ടാക്കിയത്? ബൈ കൺസിഡറിംഗ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ and we know that all angles are equal to 60 degree, and if one side is of length 14, all the other two or all the 3 sides are of same length 14. So when we consider these 2 sides and dropping a perpendicular from C to this AB, we can divide that base into 2 equal parts. Therefore this AD would be of length 7, half of 14. അപ്പോൾ ഇവിടെ വന്ന 14ന്റെ ഹാഫ് ആണ് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ ചിന്തിക്കേണ്ടെന്ന് അറിയോ? ഇവിടെ വരുന്ന 14ന്റെ ഹാഫ് ആണ് ഇവിടെ വരിക എന്ന് ചിന്തിക്കുക. മനസ്സിലായില്ലേ? ഇവിടെ വരുന്ന 14 അല്ലേ ഇവിടെയും വരിക. അതുകൊണ്ട് when we consider only this triangle, what is the relation between these 2 sides? ഈ സൈഡ്സിന്റെ ലെങ്തുകൾ തമ്മിലുള്ള റിലേഷൻ എന്താണ്? If this is of length 14, this would be of length half of 14, that's equal to 7. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് നോക്കാം. 13 ആകുമ്പോൾ അതിന്റെ പകുതി, 12 ആകുമ്പോൾ 6 വരും. മനസ്സിലാവുന്നില്ലേ? ഇത് 12 ആകുമ്പോൾ ഈ സൈഡ് 12 ആയിരിക്കില്ലേ? Therefore പെർപെൻഡിക്കുലർ വരക്കുമ്പോൾ 12നെ 6 ആയിട്ട് രണ്ട് പാർട്ട് ആക്കും. അതുകൊണ്ട് if this side is of length 12, this side would be of length half of 12, that's equal to 6. അത് ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിങ്ങനെ എന്ത് ചെയ്യുക? കുറച്ച് കൂട്ടി നോക്കുക. 50 വരുമ്പോൾ അതിന്റെ പകുതി വരും. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ഈ CD എന്ന് പറയുന്ന സൈഡ് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് അല്പം വർദ്ധിപ്പിച്ച് നോക്കാം.
എങ്ങനെയാ ഈ സൈഡ് കണ്ടുപിടിക്കുക? സി ഡി ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പൈത്തഗോറസ് തിയറം ഉപയോഗിക്കേണ്ടതാണ്. പൈത്തഗോറസ് തിയറം ഉപയോഗിക്കണമെങ്കിൽ ഈ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കുക? നേരത്തെ എങ്ങനെ കണ്ടുപിടിച്ചത്? അത് ലോങ്ങർ സൈഡ് ആയിരുന്നു. നേരത്തെ കണ്ടുപിടിച്ചത് ലോങ്ങർ സൈഡ് ആയിരുന്നു. ഇവിടെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഇതിന്റെ സ്ക്വയർ കൂട്ടുകയല്ലേ ചെയ്ത്. അപ്പൊ അതിന്റെ സ്ക്വയർ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് 12√2 കിട്ടുന്നത്. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും നമ്മൾ കൂട്ടണം. മനസ്സിലായില്ലേ? നമ്മൾ സാധാരണ ഇതിൽ പൈത്തഗോറസ് തിയറം ഉപയോഗിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷൻ എന്താ അറിയോ? കൂട്ടണോ കുറക്കണോ? പണ്ട് സിനിമയിൽ ഇയാൾ നിൽക്കണോ പോകണോ എന്ന് പറഞ്ഞ പോലെ കൂട്ടണോ കുറക്കണോ എന്ന് സംശയം ഉണ്ടാവുക. ഒരു സൈഡ് കണ്ടുപിടിക്കണം, ഒരു മിസ്സിംഗ് സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ കൂട്ടുവാണോ വേണ്ടത് കുറക്കുവാണോ വേണ്ടത് സംശയം ഉണ്ടാവും. അതുകൊണ്ട് ഇനി നിങ്ങൾ ഇതേപോലെ കൂട്ടണോ കുറക്കണോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ എന്ത് ചെയ്യണം? ഇതൊരു സ്മോളർ സൈഡാണ് അല്ലെ? സ്മോളർ സൈഡ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഈ വലിയ രണ്ട് മുളക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഒരു ലൈവ് എക്സാമ്പിൾ പറയാം. സാധാരണ രീതിയിൽ നമ്മളിപ്പോ ചക്ക പറിക്കുന്ന കലാപരിപാടി അറിയില്ലേ? ചക്ക പറിക്കാൻ വേണ്ടി രണ്ട് എരങ്കോലുകളുണ്ട്, രണ്ട് മുള ആക്കാൻ വരുന്നത്. കുറച്ചും കൂടി ഹൈറ്റ് വേണമായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടി ജോയിന്റ് അടിച്ചിട്ട് കുറച്ച് വലുതുണ്ടാക്കൂലേ? ഓർക്കുന്നില്ലേ? അതായത് നമ്മൾ ചക്ക പറിക്കുന്ന കലാപരിപാടി നോക്കുക, രണ്ട് മുളയെ എടുത്ത് ജോയിന്റ് അടിച്ച് കെട്ടി എന്നിട്ട് കത്തി എടുത്തിട്ട് വലിച്ച് കത്തി ചക്കയമലാക്കുന്ന ഒരു പരിപാടി നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുപോലെ നമുക്ക് വലിയ കൊക്കയാ വേണ്ടതെന്ന് എന്ത് ചെയ്യും? ചെറുത് രണ്ടും കൂടി കൂട്ടും, ജോയിന്റ് അടിക്കും. അതുപോലെ നമുക്ക് ചെറുതാ വേണ്ടെങ്കിലോ വലുതിന്റെ കൂടെ കൂട്ടിയാൽ ശരിയാവോ? ഇല്ല. അതുകൊണ്ട് ഈ വലുതാ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ചെറുത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യണം എന്ന് വിചാരിക്കാം. വലിയൊരു കൊക്ക ഉണ്ടാക്കാൻ ചെറിയ കൊക്ക രണ്ടെണ്ണം കൂടി കൂട്ടണം എന്ന് വിചാരിക്കുക. ഇനി ചെറുതാ വേണ്ടെങ്കിലോ വലുതിന്റെ കൂടി ഈ ചെറുത് കൂടി കൂട്ടി അതിനേക്കാൾ വലുതായി പോലെ ചെയ്യുക. അതുകൊണ്ട് ചെറുതാ വേണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വലുതിന്റെ അകത്ത് കുറക്കുക. ഈ ഒരു കാര്യം റിലേഷൻ ഓർമ്മയാണ്. സ്ക്വയേഴ്സ് തമ്മിലുള്ള ബന്ധമാണ് ഓർമ്മിക്കുന്നത്. അപ്പോ വലുതാ വേണ്ടെങ്കിൽ ചെറുതിന്റെ സ്ക്വയേഴ്സ് തമ്മിൽ കൂട്ടുക വേണ്ടത്. ഇനി ചെറുതാ വേണ്ടെങ്കിൽ എന്ത് വേണം? വലുതിന്റെ അകത്ത് കുറക്കുക വേണ്ടെന്നുള്ളത് ഓർമ്മ വേണം. സോ ഇൻ ഓർഡർ ടു ഗെറ്റ് ദ ലെങ്ത് ഓഫ് ദിസ് CD, we know that CD square is the difference of the squares of these two. 12 square and 6 square കുറച്ച് ആര സ്ക്വയർ കിട്ടും? CD square കിട്ടും അല്ലെ? അതുകൊണ്ട് CD കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് 12 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. അത് എത്രയായിരിക്കും അറിയോ? വളരെ എളുപ്പത്തിൽ പറയാൻ വേണ്ടി പറ്റും. ഇവിടെ 6 വന്നാൽ 6 √3 ആ വരിക. അത് നിങ്ങൾ ഇങ്ങനെ ഭയം പഠിക്കണം. നിങ്ങൾ അത് പൈതഗോറസ് റിലേഷൻഷിപ്പ് വെച്ച് കണ്ടുപിടിച്ച് ഓർമ്മിക്കാൻ നിൽക്കൊന്നും വേണ്ട. അത് അങ്ങനെയാണ്, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. വേണമെങ്കിൽ ചെയ്ത് നോക്കുക. ഇവിടെ 12 വന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് 6 വരുന്നു എന്നുള്ളത് ശരിക്കും നിങ്ങൾ ഓർമ്മിക്കണം. എന്തുകൊണ്ടാണ്? ഇവിടെ 12 വന്നാൽ എല്ലാ സ്ഥലത്തും 12 വരും. അതുകൊണ്ട് അതിന്റെ പകുതി എവിടെ ഉണ്ടാവുക? അതുകൊണ്ടാണ് ഇതിന്റെ പകുതി എവിടെ വരുന്നതെന്ന് പറയാൻ പറ്റുന്നത്. ഇനി ഇവിടെ രണ്ടും അറിയാമെങ്കിൽ ഇത് കിട്ടാനുള്ള മാർഗം എന്താണ്? ഈ വെർട്ടിക്കൽ സൈഡ് 60 ഓപ്പോസിറ്റുള്ള സൈഡാണ് ഓർമ്മ വേണം. ഇതേപോലെ ഒരു ട്രയാങ്കിൾ മനസ്സിൽ ഫിക്സ് ചെയ്തിട്ട് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഈ ഹൈപ്പോട്ടനസിന്റെ ലെങ്തിന്റെ പകുതിയായിരിക്കും ഈ 30 അഗേൻസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സ്മോളർ സൈഡ്. ഏറ്റവും ലാർജസ്റ്റ് സൈഡ് ലോങ്സ്റ്റ് സൈഡിൽ നിന്ന് ഷോർട്ടസ്റ്റ് സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? അതിന് പകുതിയാക്കിയാൽ മതി. ഇനി ഇവിടെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടോ അതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ 12 മാറ്റി നമുക്ക് വേറെ അളവൊക്കെ കൊണ്ടു നോക്കിയാൽ അവിടെ വേറെ അളവ് കൊണ്ടുവന്നത് ഉണ്ടാവും. ഇവിടെ ലെവൽ വരുന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി 5.5 ആയിരിക്കും. ഇവിടെ 5.5 വന്നാൽ 5.5 √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടത്തേക്ക് പോകും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ചോദ്യം ഇങ്ങനെ ഉണ്ടാവും, ഇവിടെ 10 ആയിരുന്നെങ്കിൽ ഇവിടെ എത്ര എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റണ്ടേ? ഇവിടെ 10 ആയാൽ ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെ 10 ആയാൽ നേരിട്ട് ഇങ്ങോട്ട് ചാടണ്ട. ഇവിടെ 10 ആയാൽ ഇവിടെ എത്രയായിരിക്കും? 5 ആയിരിക്കും. ഇവിടെ 5 ആയാൽ ഇവിടെ എത്രയായിരിക്കും? 5 √3 ആയിരിക്കും. പരീക്ഷ ഉറപ്പായിട്ട് ഒരു ചോദ്യം, അങ്ങനെ സിമ്പിൾ ആയ ചോദ്യം ഉണ്ടാവും. ഇവിടെ 10 ആയാലും ഇവിടെ എത്രയായിരിക്കും ചോദിച്ചു എന്ന് വിചാരിക്കാം. ഇവിടെ 10 ആയാലും ഇങ്ങോട്ട് വരാൻ ചെയ്താൽ മതി. ഇവിടെ അങ്ങോട്ട് പോകാൻ വേണ്ടി ചെയ്തിട്ട് റിവേഴ്സ് ഓപ്പറേഷൻ ചെയ്യണ്ടേ? ഇവിടെ അങ്ങോട്ട് പോകാൻ വേണ്ടി √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടോ √3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഇഫ് ദിസ് ഈസ് ഓഫ് ലെങ്ത് 10, ലെങ്ത് ഓഫ് ദിസ് സൈഡ് വുഡ് ബി 10 ഡിവൈഡഡ് ബൈ √3. ഇവിടെ 10/√3 ആണെങ്കിൽ അതിന്റെ ഇരട്ടി വേണ്ട. ഇവിടെ 10/√3 ആണെങ്കിൽ ഇരട്ടി എത്രയായിരിക്കും? 20/√3. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ ഇങ്ങോട്ടും ഒക്കെ മനസ്സിൽ എന്ത് ചെയ്യുക? നിങ്ങൾ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ പ്രാക്ടീസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് ക്ലിയർ ആയിട്ടുണ്ടാവല്ലോ. ഈ 45 ഡിഗ്രി, 30 ഡിഗ്രി, അതുപോലെ തന്നെ 60 ഡിഗ്രി, ഈ 3 കോണുകളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് ആംഗിൾസ് ആയിട്ട് 10ാം ക്ലാസ് പഠിക്കുന്നുള്ളൂ. അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും, ഇവിടുന്ന് അങ്ങോട്ടേക്കും, അവിടുന്ന് ഇങ്ങോട്ടേക്കും, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും എല്ലാം ഉള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫെമിലർ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് താഴെയായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഇതൊരു റിലേഷൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അറിയോ? ഇവിടെ ഈ ഹൈപ്പോട്ടനസിന്റെ ലെങ്ത് കൂട്ടാനും കുറക്കാനും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യം റോളൊന്നുമില്ല. ഇവിടെ ഹൈപ്പോട്ടനസിന്റെ ലെങ്ത് 10 ആണെങ്കിൽ ആ 10 ഇങ്ങോട്ടേക്ക് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യണം? ഇവിടെ എത്തുമ്പോൾ അതിന്റെ ഹാഫ് ആവണം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്ത് വേണം? അതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇവിടുന്ന് 10 ആണ്. ഹൈപ്പോട്ടനസ് ആണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. ഹൈപ്പോട്ടനസ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കുറക്കാനും കൂട്ടാനൊക്കെ പ്രൊവിഷൻ ഉണ്ട്. ഇവിടെ 7 വരുന്നെങ്കിൽ അത് ഇവിടെ വരുമ്പോഴേക്ക് എന്തായിരിക്കണം? അതിന് പകുതി ആയിരിക്കണം.
6 ആ വരുന്നെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ 3 ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇതിന്റെ മൂവ്മെന്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ 6 ആയാൽ ഇവിടെ എത്ര ആയിരിക്കുന്ന ചോദ്യം, അവിടെ 6 ആയാൽ ഇവിടെ 3 ആവും, 3 ആയാൽ 3√3 ആവും. മനസ്സിലായില്ലേ? ഇനി ഇവിടുന്ന് തിരിച്ചങ്ങോട്ടേക്ക് പോകാവുന്ന റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലേറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഹൈപ്പോട്ടൻസിന് പകരം ഈ വെർട്ടിക്കൽ സൈഡിന്റെ ലെങ്ത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൾട്ടിറ്റ്യൂഡ് നമുക്ക് എന്ത് ചെയ്യാം, കുറക്കാം, കൂട്ടാം. അപ്പൊ നമ്മളിവിടെ 10 ആ വരുന്നെങ്കിൽ, ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് 10 ആ വരുന്നെങ്കിൽ ഇവിടുന്ന് 10 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് വേണം, നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി നമ്മൾ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുകൊണ്ട് തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 10 എന്തായി മാറണം, 10/√3 ആവണം. ഈ 10/√3 ഇങ്ങോട്ട് പോകുമ്പോൾ അതിന്റെ 2 ടൈംസ് ആയിട്ട് എന്താവണം, ഇറ്റ് ഷുഡ് ബി 2 ടൈംസ് 10/√3 എന്ന് പറയുമ്പോൾ 20/√3 ആവണം. അപ്പൊ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 സ്റ്റാർട്ട് ചെയ്തിട്ട് 10/√3 അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും, അതിന്റെ ഇരട്ടിയായിട്ടുള്ള 20/√3. ഇനി നമ്മൾ ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് കുറച്ച് 9 ആക്കിയാൽ ഇവിടെ 9 വരികയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും 9/√3, അങ്ങോട്ട് പോയാൽ അതിന്റെ 2 ടൈംസ് ദാറ്റ്സ് ഈക്വൽ ടു 18/√3. ക്ലിയർ ആയില്ലേ? ഇത്തരം റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക, നിങ്ങൾ കുറെ പ്രാവശ്യം എന്ത് ചെയ്യുക, ഇതൊന്ന് മാറ്റി നോക്കിയിട്ട് നിങ്ങളുടെ മനസ്സിൽ വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, ഒരു ഫോം ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ചോദ്യം കിട്ടുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ത്രികോണത്തിന്റെ വശങ്ങളുടെ ലെന്തുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിൽ വളരെ ക്ലിയർ ആയി കൊണ്ടുവരാൻ വേണ്ടി പറ്റണം. ഇങ്ങനെ ചെയ്താൽ ഗുണം അറിയാം. നമ്മൾ CBSEയുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് അതിന്റെ അവസാന ഭാഗത്ത് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന്റെ അകത്ത് കുറെ അവർക്ക് ടഫായിട്ടുള്ള കുറെ ചോദ്യങ്ങളുണ്ട്. പക്ഷെ അവർക്ക് ടഫായ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ റിലേഷൻഷിപ്പ് പഠിച്ച് നിങ്ങൾക്ക് മനക്കണക്കായി പറഞ്ഞു കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ഫിഗർ മാത്രം വരച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ആൻസർ ഇതാണ്. അവർ വലിയ സ്റ്റെപ്പൊക്കെ എഴുതിയിട്ട് ഒരു പേജ് എഴുതിയിട്ട് കണ്ടുപിടിക്കുന്ന ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വളരെ മെന്റൽ കാൽക്കുലേഷനോട് കൂടിയിട്ട് ഒരു ഫിഗർ മാത്രം, ഒരു ട്രയാങ്കിൾ മാത്രം വരക്കാണ്ടും കണ്ടുപിടിക്കാണ്ട് പറ്റും. മനസ്സിലായില്ലേ? ആൻസർ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. അത്ര സിമ്പിൾ ആയിരിക്കും നിങ്ങൾക്ക് ഇത് പഠിക്കുന്നത് കൊണ്ട്. CBSEക്കാർ ഈ മെത്തേഡ് പഠിക്കുന്നില്ല. മനസ്സിലായില്ലേ? സോ യൂട്ടിലൈസ് ഇറ്റ്, മേക്ക് യൂസ് ഓഫ് ദീസ് ആപ്ലെറ്റ്സ്. ഓക്കെ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.